ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോനെ തൽക്കാലമേ വർഷയുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ. അവളവിടെ ഒറ്റയ്ക്കല്ലേ, പോരാത്തതിനിപ്പോ വയറ്റ് കണ്ണി. അമ്മയ്ക്ക് ഇവിടെ എന്താ കുറവ്? എടാ അതല്ലടാ, ഇങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കുമ്പോ ഞാൻ അവിടെ ചെന്ന് നിന്ന് വർഷമോൾക്ക് അതൊരു സഹായമായിരിക്കില്ലേ? കൊച്ചു പെണ്ണല്ലേ അവള്. ഈ അവസ്ഥയില് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ടെന്നൊക്കെ പ്രായമായവരല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ? അമ്മേ, അത് മാധവൻ പറഞ്ഞ പോലെ വൃദ്ധസദനത്തിലേക്കുള്ള പോക്കൊക്കെ ഞാൻ മറന്നു. ആരും എതിർപ്പൊന്നും പറയണ്ട, നിങ്ങളെ കിടന്നുറങ്ങാൻ നോക്ക്. എന്റെ കൃഷ്ണ, എന്റെ ഗുരുവായൂരപ്പ, എന്റെ ഭഗവാനെ. പാർട്ടിയൊക്കെ നടത്താം, അതൊന്നും ഒരു പ്രശ്നമല്ല. കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നല്ലോ കല്യാണം. ഹലോ വിശ്വാസേ, നീ ഫോൺ വെക്കേ, ഞാൻ പിന്നെ വിളിക്കാം. വീടില്ല ഞാൻ. അവിടെ നിക്ക്, എന്തേ കാണിക്കുന്നു? ഹരിത എവിടെ നിൽക്കുന്നു? നിക്കവിടെ, അടങ്ങി നിക്ക്. ഹരിത അവിടെ നിൽക്കുന്നു. ആക്ടിങ് ആക്ടിങ് ആക്ടിങ്, അഭിനയം അഭിനയം ആക്ടിങ്. എന്താ ഇത് ജഗ, വിട്. ഓ, നിന്റെ ഈ മുടിക്കൊക്കെ എന്തൊരു മണമാ. ജഗ, ഈ സാരി എത്ര ഉടുത്തിട്ടൊന്നും ശരിയാവുന്നില്ല. ഈ പ്ലീറ്റ്സ് ഒന്ന് പിടിച്ചിട്ട് തന്നെ. പിന്നെന്താ, എന്റെ കിട്ടുള്ള സുന്ദരിയായിരിക്കേണ്ടത് എന്റെ ഇഷ്ടമല്ലേ? എവിടെ? ഇങ്ങനെ മതിയോ? അതുകൂടി ഓക്കെ ആണോ? ശരിയായോ? വന്ദന ഏത് സാരി കൊടുത്താലും എന്ത് ഭംഗിയാ കാണാൻ. സുന്ദരി കുട്ടിയാ.
ഇത്രയും വേണ്ടായിരുന്നു കേട്ടോ. അല്ല വന്ദന, നിന്നെ എന്താ എനിക്ക് എത്ര സ്നേഹിച്ചിട്ട് മതിയാവാത്തത്? അതെ, പ്രണയ സത്യാണെങ്കിൽ അതിനെ കുറിച്ച് ആരൊക്കെ വിചാരിച്ചാലും ഇരിക്കാൻ പറ്റില്ല. ജഗ, ഇടയ്ക്ക് ചില പിണക്കങ്ങളൊക്കെ ആവാം. എന്തേതോ ഉറക്കെ പറയല്ലേ, പതുക്കെ പറഞ്ഞാ പോരെ. ഹരിത കേക്കണ്ടേ? ആക്ടിങ്. ഉറക്കെ പറഞ്ഞു. ഇടയ്ക്ക് ചില പിണക്കങ്ങളൊക്കെ വരാം. എന്ന് വെച്ച് കരളിൽ പതിഞ്ഞതിനെ പറിച്ചു കളയാൻ ഒരു പെണ്ണിനും കഴിയില്ല. ആണിനും അതെ വന്തു. അതെ, ഇന്നേ എന്റെ മുത്തിന്റെ മുടി ഞാൻ പിന്നിട്ട് തരാം. വേണ്ട. പിന്നെ ജഗന് മുടിയൊക്കെ പിന്നാൻ അറിയോ? അറിയില്ല. പിന്നെ ഇഷ്ടമുള്ള ആൾക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യും. ഈ ജഗന്റെ ഒരു കാര്യം. എന്റെ വന്തുവിന്റെ ഒരു കാര്യം. ഇവിടെ കിടക്കട്ടെ. മാനത്തെ കൊട്ടാ